ഹായ്, നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന പടയക്കടവിലാണ്. ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഗസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരെയും കൂട്ടി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. നല്ല തിരക്കുള്ള ദിവസമാണ്. അവിടെ മീൽസ് മാത്രമേ ഉള്ളൂ. പിന്നെ സ്പെഷ്യലെന്ന് പറയാൻ നമുക്ക് ചീനിയും നമ്മളുടെ വറുത്തരച്ച കൊഞ്ച് മീൻ, പിന്നെ എക്സ്ട്രാ പ്രോൺസ് ഫ്രൈ, കരിമീൻ എല്ലാം ഉണ്ട്. അതൊക്കെ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം. 300 രൂപ ഒരു പ്ലേറ്റ്. അതൊക്കെ ഒരു ഊണിൻ്റെ റേറ്റ് ഒരു 175. അത് പാഴ്സലാകുമ്പോൾ 150. നല്ല ഫുഡാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ചെന്ന് വന്നപ്പോൾ ഉള്ള കറികൾ മാങ്ങ അച്ചാറ്, പച്ചടി, പെരുമ്പയർ തോരൻ, കക്കത്തോരൻ, പിന്നെ ഒഴിച്ചാൽ പരിപ്പ്, സാമ്പാർ, രസം, പിന്നെ നമ്മളെ സ്പെഷ്യൽ വറുത്തരച്ച തീയലും ചീനിയും, പിന്നെ ചെറിയ മീൻ ഫ്രൈ, ചെറിയ പുഴമീൻ എന്നൊന്നും പേരെനിക്കറിയത്തില്ല. അത് നമുക്ക് ചോറിനൂടെ കിട്ടുന്നതാണ് ഫ്രീ ആയിട്ട് കേട്ടോ. നല്ല ഫുഡാണ്, നല്ല ടേസ്റ്റ് ഫുഡ്. പിന്നെ എക്സ്ട്രാ ഞങ്ങൾ പ്രോൺസ് ഫ്രൈയും കരിമീനും ഒക്കെ വാങ്ങിച്ചിരുന്നു. ടോട്ടൽ നല്ല ഫുഡാണ്, നല്ല സർവീസാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബോട്ടിങ്ങിന് പോയി. അപ്പോൾ 2 ഐസ്ക്രീം, എല്ലാവരും ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടാണ് ബോട്ടിങ്ങിന് പോയത്. അത് എൻ്റെ ആയിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കയറാൻ പോവുകയാണ്. അപ്പം മാമിക്ക് ശകലം പേടിയുണ്ട്. ഞങ്ങളൊക്കെ ഓൾറെഡി കയറിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഫാമിലിക്ക് ഇതുപോലെ ട്രാവൽ ചെയ്യാൻ 2000 രൂപയാണ് കേട്ടോ. 1 മണിക്കൂറാണ് സമയം വരുന്നത് കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. കുട്ടികൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ ബോട്ടുകൾ മാത്രമല്ല, ചെറിയ ബോട്ടുകളുണ്ട്, നമുക്ക് കയാക്കിങ്ങിന് പറ്റിയ ബോട്ടുകളുണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അവിടെ കേട്ടോ. പിന്നെ ആ ഒരു ആംബിയൻസും കായലിൽ നിന്നുള്ള നല്ല കാറ്റും എല്ലാം കൊണ്ടും നല്ല രസമാണ്. അത് കഴിഞ്ഞ് നമ്മളവിടെ സൈഡിൽ നമുക്ക് ഒതുക്കാന്ന് പറഞ്ഞാൽ നമ്മളതിൽ കാഴ്ചകളൊക്കെ കാണാനായിട്ട് തുരുത്തിൻ്റെ ഭാഗത്ത് ഒരു അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതുവഴി നടന്ന് ആ അമ്പലത്തിനടുത്ത് എത്താം. അവിടെ ശിവരാത്രിക്കാണ് ഏറ്റവും കൂടുതൽ വിശേഷമുള്ളത്. പിന്നെ ആ അമ്പലത്തിനവിടെ വരണമെങ്കിൽ ഇതിനൊക്കെ നമുക്ക് കടത്തിലേ പോകാൻ പറ്റത്തുള്ളൂ. ശിവരാത്രിക്കാണ് ഏറ്റവും വിശേഷം. ഭയങ്കര വിശേഷം ശിവരാത്രി. പിന്നെ ഏതൊക്കെ ദിവസങ്ങൾ തുറക്കുമെന്നുള്ളത് കൃത്യമായിട്ട് എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് ബോട്ടിലേക്ക് കയറാൻ വേണ്ടി നടന്നു പോവുകയാണ്. അപ്പോൾ നമ്മളെ ബോട്ട് വന്നു, നമ്മൾ കയറാൻ വേണ്ടി പോവുകയാണ്. കയറിയിരുന്നു, വീണ്ടും യാത്ര തുടങ്ങാൻ പോവുകയാണ്. ആ കാണുന്ന ഭാഗങ്ങളെല്ലാം കൊഞ്ച് കൃഷി ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ തരുന്ന കൊഞ്ചെന്ന് പറയുന്നത് അവർ കൃഷി ചെയ്ത സ്ഥലത്തു നിന്നുള്ള കൊഞ്ചും കരിമീനുമാണ് നമുക്ക് മീൽസിൻ്റെ കൂടെ അവിടെ തരുന്നത്. അപ്പോൾ നമ്മുടെ ബോട്ടിങ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങി. അവിടെ ഒത്തിരി ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഊഞ്ഞാലൊക്കെ ആടാം. നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ മൊത്തത്തിൽ. അത് കഴിഞ്ഞ് നമ്മൾ ചായ കുടിക്കാനായിട്ട് പോയി. അപ്പോൾ അടുത്തുള്ള കടയിൽ തന്നെ ചായയും സ്നാക്സൊക്കെ കഴിച്ചു. നല്ല ചായ സ്നാക്സൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്യണേ. പുതിയ വീഡിയോ കാണുന്നവരെല്ലാവർക്കും